ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സീരീസിൻ്റെ 4th വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓണം റിലേറ്റഡ് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പഴയ നോട്ട്ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു കവർ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഒരു കോമ്പസും പെൻസിലും വെച്ചിട്ട് ഒരു റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കോമ്പസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു ടൈപ്പ് കാർഡ്ബോർഡ് പീസ് വേണമെന്നേ ഉള്ളൂ കേട്ടോ. ബുക്കിൻ്റെ പേപ്പറോ എന്തെങ്കിലും എടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല, ഈ ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് കട്ട് ചെയ്യാം. ബാക്കി പേപ്പർ വേറെ ക്രാഫ്റ്റുകൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആ റൗണ്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു സെൻറ്ററിൽ ഒരു സ്ലിറ്റ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിൽ, സ്ലിറ്റിൻ്റെ ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് ഇതേപോലെ ഒന്ന് പതുക്കെ പിടിച്ച് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് കോണ് ആവണ്ട, എന്നാൽ ഒന്ന് ചെറിയൊരു ഷേപ്പ്, ആ ഒരു ഷേപ്പിൽ വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ ആയാലും മതി, പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും കേട്ടോ. ഞാനിപ്പോൾ സ്കൂൾ ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇത് നമ്മുടെ ചകിരിയാണ് കേട്ടോ. ഈ ചകിരി എടുത്തിട്ട് നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ കോമ്പ് വെച്ച് ആക്കി കഴിയുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പോകും. എന്നിട്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആ കോൺ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയില്ലേ, ആ ഒരു ഷേപ്പ്, കോണല്ല ശരിക്ക് ചെറിയൊരു കോണിൻ്റെ ഷേപ്പ്. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എല്ലായിടത്തും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചകിരിയുടെ ഭാഗം എടുത്തിട്ട് നമ്മളിതാ ഇതേപോലെ എടുത്ത് ഈ മുകളിൽ നിന്നും താഴത്തോട്ട്, മുകളിൽ കറക്റ്റായിട്ട് ആ ഒരു കോണ്ട ഭാഗത്തോട്ടും താഴോട്ട് എക്സസ് ആയിട്ട് നിന്നാലും കുഴപ്പമില്ല, ആ ഒരു വിധത്തിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് ഫുൾ റൗണ്ടിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കോർണർ ഭാഗം, ഈ കോണിലെ ടോപ്പ് ഭാഗം നമ്മൾ പിടിക്കുക കേട്ടോ. ഗ്ലൂ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ ഭാഗത്തോട്ടും വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യാം. കുറച്ച് എക്സസ് ആക്കി ഇട്ടിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു റൗണ്ട് ഈ കാണുന്ന പോലെ നമ്മൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗ്ലൂവും വെള്ളം കൂടെ ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇവിടെ നിന്നൊക്കെ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. മുകൾ ഭാഗം ഒന്ന് ഒട്ടാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് എല്ലാ ഭാഗത്തും കുറച്ച് ഗ്ലൂവും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ ചിലപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ വീണ്ടും നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കാം. ആ ഒരു നമ്മുടെ പേപ്പർ എടുത്തില്ല അതിന്. പിന്നെ നമ്മളിതാ ഈ ഒരു ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തതാ ഇതേപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു കോണായിട്ട് നിൽക്കുന്ന ഭാഗം മാറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു പീസ് ഓഫ് എടുത്തിട്ട്, പേപ്പർ എടുത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതും ഇതുപോലെ സ്ലിറ്റ് ഇട്ട് ഒന്ന് ഒട്ടിച്ച് ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമ്മളിതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് കോൺ ഷേപ്പിലാവരുത്, എന്നാൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിരിഞ്ഞ് നിൽക്കുന്ന ഷേപ്പിലാവണം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബാംബൂ സ്റ്റിക്കാണ്. ഇതുപോലത്തെ ബാംബൂ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമ്മൾ പേപ്പർ റോൾസ് ഉണ്ടല്ലോ, ആ പേപ്പർ റോൾസ് യൂസ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെങ്കിൽ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഇതിന് നമുക്ക് ബാംബൂ സ്റ്റിക്കാണ് ഒട്ടിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ഹാർഡ് ഗ്ലൂസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്, ഒട്ടാൻ പെട്ടെന്ന്. അല്ലെങ്കിൽ കുറേ സമയം പിടിക്കും. അതല്ലെങ്കിൽ നമ്മൾ പേപ്പർ ഇത് ഒട്ടിക്കുക കേട്ടോ. ഇനി ഇതുപോലെ വെച്ചിട്ട് ഒരു പേപ്പർ പീസ് അതിൻ്റെ ഉള്ളിക്കൂടെ ഇട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒട്ടിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അത് എക്സസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി നമ്മളിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു കോപ്പർ പെയിൻ്റാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷേ ഈ കോപ്പർ പെയിൻറ്റ് മെറ്റാലിക് കോപ്പറാണ്, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയായിട്ട് വന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ പേൾ മെറ്റാലിക് ബ്രോൺസ് ഉണ്ടല്ലോ, അത് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതിൻ്റെ മുകളിൽ. അപ്പം നിങ്ങൾ ആദ്യമേ ചെയ്യുമ്പോൾ പേൾ മെറ്റാലിക് ബ്രോൺസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പെയിൻറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ചകിരിയുടെ അതേ കളർ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിലൊന്ന് ജസ്റ്റ് വാർണിഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഭംഗി ബ്രോൺസ് മാത്രമായിട്ട് അടിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ കോപ്പർ അടിച്ചപ്പോൾ ഭയങ്കര ഒരു റെഡിഷ് ഫിനിഷിങ് വന്നിട്ടുണ്ട്. പക്ഷെ അത് 1-2 കോട്ടൊക്കെ അടിച്ചു കൊടുത്ത് ഒന്ന് ഫിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലും ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് അറിയാതിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
നമ്മൾ ഉള്ളിലും ഈ ഒരു കോപ്പർ പെയിൻറ്റ് അടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിക്കിനും വേണമെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അത് ബാംബു സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ പേപ്പർ ട്യൂബ് വെച്ചിട്ടാണെങ്കിൽ ഇതിനും ഈ ഒരു കളർ കേട്ടോ, ബ്രോൺസ് കളർ കൊടുത്തെടുത്താൽ മതി. നിങ്ങൾ കോപ്പർ കൊടുക്കേണ്ട, ബ്രോൺസ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കൂട്ടുകാർക്ക് ഹായ് പറയാം. ഹായ് അനാമിക, ഹായ് സൻഹ ഫാത്തിമ, ഹായ് സബിൻ, ഹായ് ആൻസി. ഇനി അടുത്ത കൂട്ടുകാർക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. ഓക്കെ, ഇനി നമുക്കിതാ ഇതുപോലെ ചിലപ്പോൾ എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓണം മാവേലി കൂടേറെ ഒരു ഷേപ്പ് അല്ലേ. ഇനി ആ മുകളിലത്തെ കോൺ ഷേപ്പ് പെയിൻ്റൊക്കെ ഇത് വന്നപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് വന്നു കേട്ടോ. അത്രയും കോണാക്കണ്ട, അതൊന്നും ഫ്ലാറ്റ് ആക്കി കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു കുടേറെ ഷേപ്പ് ആവുക കേട്ടോ. ഓക്കെ, ഇത് നമുക്കിതാ അപ്പോൾ ഒരു ഓണം ഡെക്കോറായിട്ട് വെക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്ലാസ്സിലൊക്കെ ഇട്ട് ഡെക്കോർ പീസ് പോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഓണത്തിന് പൂക്കളവും തൃക്കാക്കരപ്പനയൊക്കെ വെക്കുമ്പോൾ ഒരു ഓണം കുട പോലെ, മാവേലിക്കുട പോലെ നമുക്കിത് അങ്ങനെയും വെച്ചിട്ട് അങ്ങനെയും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ഹോം ഡെക്കോറായിട്ട് വെക്കാം കേട്ടോ. ചെറിയൊരു ബോട്ടിലിൻ്റെ ഉള്ളിൽ, ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഷോ പീസ് പോലെ ആയിട്ടും വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.